താല്പര്യമില്ലാത്ത ഒരാളെ നിർബന്ധിച്ച് വിവാഹം ചെയ്യിപ്പിക്കേണ്ടതുണ്ടോ എന്നതാണ്. രണ്ട് ഉത്തരമാണ് അവിടെ നമുക്കുള്ളത്. ഒരു ആളുടെ അയാൾ മുസ്ലിമാണ് എങ്കിൽ, ഇസ്ലാം മതവിശ്വാസിയാണ് എങ്കിൽ, അയാളുടെ ഇസ്ലാം പൂർത്തിയാകുന്നത് യഥാർത്ഥത്തിൽ വിവാഹത്തിലൂടെയാണ്. പ്രവാചക മാതൃകയും സച്ചരിതരുടെ മാതൃകയും ഒക്കെ വിവാഹത്തിലൂടെ കടന്നു വന്നു എന്നതാണ്. എന്നാൽ ഒരാൾ വിവാഹം കഴിക്കുന്നില്ല എന്ന് തീരുമാനിച്ചാൽ ആ തീരുമാനത്തിൻ്റെ ഉദ്ദേശം അയാൾ വെളിപ്പെടുത്തണം. അയാളുടെ ചാരിത്ര ജീവിതത്തിന്, അയാളുടെ പരിശുദ്ധ ജീവിതത്തിന് യഥാർത്ഥത്തിൽ ഒരു ഭംഗവും നേരിടുന്നില്ല എന്നത് അയാൾക്ക് ഉറപ്പിക്കാൻ സാധിക്കുമെങ്കിൽ ആ മാർഗം സ്വീകരിക്കുന്നത് തെറ്റല്ല. സ്വീകരിക്കണം എന്നല്ല, സ്വീകരിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നു എന്നല്ല, സ്വീകരിക്കുന്നത് തെറ്റല്ല. അൽ ഉലമാ ഉൽ ഉസാബ് എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. ലോകത്തെ അതിപ്രശസ്തരായിട്ടുള്ള പണ്ഡിതന്മാരായിട്ടുള്ള 20ഓളം പണ്ഡിതന്മാരുടെ ചരിത്രം. ഇമാം ബുഖാരി വിവാഹം കഴിച്ചിട്ടില്ല. എന്നാ ഞാൻ ആ മാർഗം സ്വീകരിക്കുക, അതിനൊന്നും ആളെ കിട്ടൂലപ്പോ. ഓക്കെ, അങ്ങനെ കുറേ പണ്ഡിതന്മാരുണ്ട്. ആ പണ്ഡിതന്മാരിൽ പലരും അവരുടെ മഹാദൗത്യ നിർവഹണത്തിൻ്റെ ഭാഗത്തിൽ വിവാഹം എന്ന ഒന്ന് തടസ്സമാകുന്നു എന്ന് കരുതി പിന്മാറിയതല്ല. ഒരു വേള സ്വദേശപരമായി ആലോചിച്ചാൽ ആ മഹാദൗത്യ നിർവഹണത്തിൻ്റെ ഘട്ടത്തിൽ വിവാഹത്തിനുള്ള സമയമോ ആലോചനയോ നിർവഹിക്കാൻ കഴിയാത്ത വിധത്തിൽ അവർ അത്രമേൽ ഡെഡിക്കേറ്റഡായി, സമർപ്പിതരായി മാറി എന്നതാണ് ഒരുപക്ഷെ നമുക്കതിൽ നിന്ന് വായിക്കാൻ കഴിയുന്നത്. അപ്പോൾ ഒരാൾ എന്തിന് വിവാഹത്തിന് തടസ്സം നിൽക്കുന്നു എങ്കിൽ, താത്താൻ്റെ കോലം തന്നെ കണ്ടില്ലമ്മ, പിന്നെന്തിനാ പിന്നെ കെട്ടിച്ചണ് എന്ന് ചോദിച്ചിട്ടുണ്ട് എങ്കിൽ അത് അംഗീകരിക്കുന്ന വിഷയമല്ല. കാക്ക പൈസ കൊടുക്കണില്ലല്ലോ, എന്നിട്ട് നിങ്ങളടുത്ത് വന്നിട്ടല്ലേ പൈസ കൊണ്ടുപോണേ, ഞാനൊരു ജോലിയൊക്കെ വാങ്ങി എല്ലാം കൃത്യമായി കഴിഞ്ഞതിന് ശേഷം മാത്രം പോരെ, ഇങ്ങനെയുള്ള നിബന്ധനകളൊക്കെ ചോദിക്കുമ്പോൾ ആ നിബന്ധനകൾ വിവാഹത്തിൻ്റെ തടസ്സത്തിനോ വിവാഹത്തിൽ നിന്ന് സ്വയം പിന്മാറുന്നതിനോ ഇസ്ലാം നിശ്ചയിച്ചു വെച്ചിട്ടില്ല. പിന്നെന്താ നിശ്ചയിച്ചു വെച്ചത്? യകൂനു ഫുഖറാ യുഗ്നിഹിമുല്ലാഹു മിൻ ഫദ്ലിഹി. നിങ്ങൾക്ക് ദുനിയാവിൽ എന്തെങ്കിലും തടസ്സങ്ങളോ പ്രയാസങ്ങളോ നിങ്ങൾ നേരിടുന്നുണ്ട് എങ്കിൽ വിവാഹം വഴി നിങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തുകയാണ് പടച്ചവൻ ചെയ്യുക എന്നതാണ്. അതല്ലാതെ വിവാഹം അഭിവൃദ്ധിക്ക് തടസ്സമായതുകൊണ്ട് അഭിവൃദ്ധി ഉണ്ടായി കഴിഞ്ഞിട്ട് വിവാഹമാകാം എന്ന് പറയുന്നത് പ്രവാചക ഹദീസിൻ്റെ ആശയത്തിന് ഒരുപക്ഷെ ഭംഗം നൽകുന്ന, എതിര് നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. അല്ലാഹു അലം.